ഇപ്പോഴത്തെ 2K തലമുറ മോഹൻലാൽ എന്ന താരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ അവസരമാണ് എമ്പുരാനിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നത്. പല മോഹൻലാൽ ആരാധകരും പറഞ്ഞുകൊണ്ടിരുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഗംഭീര പടമിറങ്ങി അതിന്റെ രീതിയിൽ മോഹൻലാൽ എന്ന താരത്തെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് പടം പോയാൽ ഇവരറിയും നമ്മളുടെയൊക്കെ ലാലേട്ടൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ പവർ എന്താണെന്നും. അത് മനസ്സിലാക്കിയ പ്രേക്ഷകരാണ് ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. വെറും 3.5 കോടി ജനങ്ങളുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് റിലീസ് ചെയ്ത ഒരു സിനിമ സാക്ഷാൽ സൽമാൻ ഖാൻ പടത്തെ അടിച്ചു പറത്തി ഈദ് വിന്നർ ആയിരിക്കുന്നു. സിക്കന്ദർ 200 കോടിയിൽ ഇറങ്ങിയ ചിത്രം 100 കോടി തൊടാൻ പെടാപ്പാട് പെടുമ്പോൾ എമ്പുരാൻ 230 കോടിയും കടന്ന് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുന്നു. മിക്സഡ് വെച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ ഫുൾ പോസിറ്റീവ് വരുന്ന ഒരു മോഹൻലാൽ ബിഗ്ഗി ഇടുന്ന ഫിഗർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും അപ്പുറമായിരിക്കും. മിക്സഡ് റിപ്പോർട്ട് വന്നെങ്കിലും ആരാധകർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ആഘോഷിക്കാൻ ഏതാനും മൊമെന്റ്സ് ഉണ്ടായിരുന്നു എമ്പുരാനിൽ. അതുകൊണ്ട് അവർ 2 കൈ നീട്ടി അതിനെ സ്വീകരിക്കുകയും ചെയ്തു. മരക്കാരിലും വാലിബനിലും ഇല്ലാതെ പോയതും ആ മൊമെന്റ് ആണ്. വിവാദങ്ങളിൽ എത്ര പെട്ടാലും സിനിമകൾ എത്ര പരാജയപ്പെട്ടാലും അയാളുടെ അടുത്ത സിനിമയ്ക്ക് കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല. അയാളുടെ അത്രയും ലെവൽ ഫാൻ ബേസ് മലയാളത്തിൽ ആർക്കുമില്ലെന്നും നിസ്സംശയം പറയാമെന്നും 2K കിഡുകൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയ ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും എത്തുന്നത്. മോളിവുഡിന്റെ ചരിത്രത്തിലെ നാളിന്നുവരെയുള്ള ഏറ്റവും ഉയർന്ന ട്രാക്ക് കളക്ഷൻ ഇനി എമ്പുരാന്റെ പേരിലാണെന്നാണ് ആ ഒരു വ്യത്യസ്തമായ റിപ്പോർട്ട്. 2018 ഫൈനൽ ട്രാക്ക് ഗ്രോസ് 66.31 കോടിയാണ്. എമ്പുരാൻ 8 ദിവസത്തെ ട്രാക്ക് ഗ്രോസ് 66.41 കോടിയായി എന്നതാണ് ആ റിപ്പോർട്ട്. ട്രാക്കിംഗ് വന്നപ്പോൾ മോഹൻലാൽ എക്സ്പോസ് ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കുറെ ആൾക്കാരെ നമ്മൾ അടുത്തിടയ്ക്ക് കാണുകയുണ്ടായി. എമ്പുരാൻ ഇറങ്ങിയപ്പോഴും അവർ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രാക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ ഫിഗറിനെ തന്നെയാണ് മോഹൻലാൽ അടിച്ച് പറത്തിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ വിരോധികളെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തന്നെ എത്തുന്നുണ്ട്. എമ്പുരാൻ ഇപ്പോൾ സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. 8ാം ദിവസം 2 PM വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്താൽ 2.46 കോടി രൂപ വരെ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 5.35 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 70 കോടി എന്ന മാജിക് നമ്പറിലേക്ക് എമ്പുരാൻ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കൂടാതെ കേരളത്തിൽ നിന്നും പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ ഇനി എമ്പുരാന് വേണ്ടത് 19 കോടിക്ക് മുകളിലുള്ള ഒരു നമ്പർ കൂടി മതി. എമ്പുരാൻ എന്ന സിനിമ എന്തായാലും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുതിപ്പിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഇപ്പോഴും വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 113.94K ടിക്കറ്റുകളാണ് സിനിമയുടേതായ ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ വിറ്റുപോയിരിക്കുന്നത് എന്നുകൂടി അവർ നോക്കിക്കാണുന്നു. ആശീർവാദ് സിനിമാസ് തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നതും. 7ാം ദിവസത്തെ റിപ്പോർട്ടിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇന്നത്തെ കണക്കുകളും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മണിക്കൂറിൽ 6Kക്ക് അടുത്തുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാൻ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ബുക്ക് മൈ ഷോയിൽ തന്നെ 30 ലക്ഷം ടിക്കറ്റുകളാണ് 120 മണിക്കൂറിൽ എമ്പുരാൻ വിറ്റ് തീർത്തത് എന്ന ഒരു കാര്യം കൂടി അവർ പറയുകയുണ്ടായി. എന്തൊക്കെ വെച്ച് നോക്കിയാലും എമ്പുരാൻ തീർക്കുന്നത് എല്ലാം റെക്കോർഡുകളും മാജിക്കുകളും ഒക്കെയാണ്. മലയാള സിനിമയ്ക്കും ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് അവർ തെളിയിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലുള്ള റെക്കോർഡ് തീർക്കാൻ മോഹൻലാലിന് തന്നെ L3 വരണമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും L3 മാത്രമല്ല, മോഹൻലാലിനെ വെച്ച് പലരും ഗംഭീര സിനിമകൾ ഒരുക്കാൻ വേണ്ടി അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ മൂവി അനലിസ്റ്റുകളും ഫാൻസുകാരും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ചർച്ചയിലുള്ളതാണ്, എമ്പുരാന് ഇത്രയും വലിയൊരു അപ്രിസിയേഷനും പ്രേക്ഷക പ്രീതിയും ഒക്കെ ലഭിക്കുമ്പോൾ മോഹൻലാലുമായി ഗംഭീര ചില മേക്കേഴ്സുകൾ കൈകോർക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരികയാണ്. പണ്ട് പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മോഹൻലാൽ തീർത്ത റെക്കോർഡ് തകർക്കാൻ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. മോഹൻലാലിന്റെ പല റെക്കോർഡുകളുമാണ് എമ്പുരാൻ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. എമ്പുരാൻ ഇറങ്ങിയ എല്ലാ ദിവസങ്ങളിലും ഓരോ റെക്കോർഡുകൾ മോഹൻലാൽ തീർത്തിരുന്നു. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സംവിധായകനും റൈറ്ററും ഒക്കെ മോഹൻലാലിനൊപ്പം ചേർന്ന് എന്തായിരിക്കും സംഭവിക്കുക? അതിന്റെ പീക്ക് സാധനം നമുക്ക് തിയേറ്ററിൽ കിട്ടിയാലോ? എമ്പുരാന്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സംഭവം നമ്മൾ ഇങ്ങെടുക്കും. പ്രേക്ഷകരൊക്കെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അങ്ങനെ ചില സൂചനകൾ നൽകിക്കൊണ്ട് ആരാധകരും മൂവി അനലിസ്റ്റുകളും വരുന്നത്. മോഹൻലാലിന്റെ കിറ്റിൽ വരാൻ പോകുന്ന ഗംഭീര സിനിമകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ സൂചന ഈ മെയ് മാസത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന ചില സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. എമ്പുരാനിട്ട FD അങ്ങ് തൂക്കാൻ അടുത്ത ഐറ്റം ഇവിടെ ലോഡിംഗ് ആണ്. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ അവർ ആവർത്തിക്കുകയാണ്. എമ്പുരാന്റെ ഇൻട്രോ സീൻ വലിയ ആഘോഷമാക്കുമ്പോൾ ഇതിലും വലിയൊരു ഇൻട്രോ അവരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അത് സാഗർ ഏലിയാസ് ജാക്കിയിലെ മോഹൻലാലിന്റെ ഇൻട്രോ ആണെന്ന് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കാരണം മോഹൻലാലും അമൽ നീരദും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. അമൽ നീരദ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ പങ്കുവച്ചുകൊണ്ടാണ് എല്ലാ മോഹൻലാൽ പേജുകളും ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഇതും കൗതുകം ജനിപ്പിക്കുന്നു. സൂചനകൾ ഇങ്ങനെയാണെങ്കിൽ സാധ്യത വെക്കുന്നുണ്ട്.